അതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം, ആൻസർ പറയാൻ പറ്റുന്ന എളുപ്പമാണ്. ഫുൾ ഫോം ഓഫ് DNA അറിയാലോ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് DNA യുടെ ഫുൾ ഫോം. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്തായിരുന്നു? ന്യൂക്ലിയോടൈഡ് ആണ്. 4 നൈട്രജൻ ബേസസ് ഓഫ് DNA ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അതുപോലെ ഹു പ്രപ്പോസ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA ആരൊക്കെയാണ്? വാറ്റ്സൺ ആൻഡ് ക്രിക്ക് എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുക. ജെയിംസ് വാറ്റ്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഷുഗർ പ്രസന്റ് ഇൻ DNA ഏതാണ്? റൈബോസ് അഥവാ ഡിയോക്സി റൈബോസ് ഷുഗർ അഥവാ പെൻഡോസ് ഷുഗർ എന്നും പറയാം. How many types of strands are present in DNA? എത്ര strands ഉണ്ട്? 2 strand, double helix ആണ് കേട്ടോ. Nitrogen base pairing in DNA, adenine always pairs with the thymine, guanine always pairs with the cytosine. മറന്നു പോകരുതേ. നോക്കാം, അടുത്ത ഡൗട്ട് ആണ്, നമ്മൾ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. How does such a larger DNA fit into the chromosome of tiny cells? നമ്മൾ പറഞ്ഞു ഇത്രയും വലിയ 2 million times ഒക്കെ റാപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ അത്രയും വലിയ DNA എങ്ങനെയാണ് നമ്മുടെ ഇത്രയും ചെറിയ കാണാൻ പറ്റാത്ത സെല്ലിനകത്ത് റാപ്പ് ചെയ്ത് എങ്ങനെയാണ് വെച്ചേക്കുന്നത്, എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഇത്രയും ടൈനി സെൽസിൽ? നമുക്ക് നോക്കാം. നോക്കിക്കേ, ഈ ഒരു പിക്ചർ അത് ക്ലിയർ ആണ്. അതായത് ഇതാ നോക്കിക്കേ, ഈ ഒരു DNA ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു DNA ഇതാ ഇങ്ങനെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഇതാ ഇങ്ങനെ പോകുന്നുണ്ട്, DNA ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറെ നേരം കഴിഞ്ഞപ്പോ എന്തോ ഒരാള് വന്നിട്ട് അതിൽ ചുറ്റുന്നുണ്ട് അല്ലെ. ആ DNA നമ്മുടെ ആ ഒരു യെല്ലോ കളർ പോർഷനിൽ ചുറ്റുന്നുണ്ട്. ആ ചുറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ചുറ്റിൽ പിന്നെയും കോയിൽഡ് ചെയ്തിട്ടാണ് എന്തായി മാറുന്നത്? കോയിൽ ചെയ്ത് എക്സ്ട്രാ കോയിൽ ചെയ്ത് എന്തായിട്ട് മാറിയേക്കുന്നത്? ഈ ഒരു ക്രോമോസോമായിട്ട് മാറിയേക്കുന്നത്. അപ്പോ ഈ യെല്ലോ കളർ സ്ട്രക്ചർ എന്താണ് നമ്മൾ പഠിക്കണം. ഈ യെല്ലോ എന്താണ്, അത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്, ഇത്രയും കോമ്പാക്ട്ലി ഫോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ് നമ്മൾ പഠിക്കണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, അതൊരു പ്രോട്ടീൻ ആണ്, ദാറ്റ് ഈസ് കോൾഡ് ഹിസ്റ്റോൺ. നോക്കിക്കേ, DNA റാപ്പ് അറൌണ്ട് എങ്ങനെയാണ് നമുക്ക് ക്രോമോസോമിന്റെ ഫോർമേഷൻ നോക്കാം. ക്രോമോസോം ഞാൻ പറഞ്ഞല്ലോ എന്തായിരുന്നു? DNA നോർമലി ഗ്രോത്ത് ഫേസിലാണെങ്കിൽ നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്നു, ക്രൊമാറ്റിൻ, റെറ്റിക്കുലം. എന്നാൽ സെൽ ഡിവിഷൻ സമയത്ത് നല്ലോണം കോയിൽ ചെയ്ത് നല്ലോണം ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഫോർ ദ ഈസി ഡിവിഷന് വേണ്ടിയിട്ട്. സോ ദേ ആർ കോൾഡ് ക്രോമോസോം. അപ്പൊ എങ്ങനെയാണ് ഈ പാക്കിംഗ്, എങ്ങനെയാണ് ഈ ക്രോമോസോം ഉണ്ടാവുക, എങ്ങനെയാണ് ഈ പാക്കിംഗ് എന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ, ഫോർമേഷൻ ഓഫ് ക്രോമോസോം. ഒന്ന്, DNA റാപ്പ് അറൌണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ. നമ്മളിപ്പോൾ പഠിച്ച ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA എന്ന് പറയുന്ന ഈ ഒരു DNA ഒക്ടാമറിന് ചുറ്റും എന്ത് ചെയ്യുന്നു? ചുറ്റുന്നു. ദിസ് ഫോംസ് ന്യൂക്ലിയോസോം. അതായത് ഹിസ്റ്റോൺ മോളിക്യൂളിന് ചുറ്റും ഈ DNA ചുറ്റുന്ന സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ന്യൂക്ലിയോസോം കോയിൽഡ് ടു ഫോം ക്രൊമാറ്റിൻ ഫൈബേഴ്സ്. ക്രൊമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ഫർദർ ടു ഫോം ക്രോമോസോംസ്. ഈ ഒരു ന്യൂക്ലിയോസോം പിന്നെയും കണ്ടൻസ് ചെയ്ത് തന്നെ എന്തായിട്ട് മാറിയിരിക്കുന്നത്? ക്രോമോസോം ആയിട്ട് മാറിയിരിക്കുന്നത്. നോക്കിക്കേ, എന്താണ് ഹിസ്റ്റോൺ എന്ന് പഠിക്കണം കേട്ടോ. ഹിസ്റ്റോൺ ഒക്ടാമർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ. 8 നമ്മൾ നേരത്തെ 5 ആയിരുന്നപ്പോ പെൻഡ് എന്ന് പറഞ്ഞ പോലെ 8 വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കുവാടാ? ഒക്ട് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഒക്ടാമർ എന്നാണ് വിളിക്കുന്നത്. ഒക്ട് എന്നാണ് വിളിക്കുന്നത്. സോ ഇവിടെ 8 ഹിസ്റ്റോൺ മോളിക്യൂൾ, അതായത് ഹിസ്റ്റോൺ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ആണ്. ഇതുപോലുള്ള 8 ആൾക്കാർ ഒന്നിച്ചിരുന്ന് 3, 4, ഇതിന്റെ ബാക്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ 8 പേര് ഒന്നിച്ചിരുന്നത് ഇവിടെ പടം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു എണ്ണമാണ്. അപ്പോ ഈ ഒരു ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഈ 8 പേര് ഒരുമിച്ചിരിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കൂടാ. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും ഏകദേശം 2 times ഓൾമോസ്റ്റ് ആണ് കേട്ടോ, ഓൾമോസ്റ്റ് 2 times എന്ത് ചെയ്യും? ഈ DNA റാപ്പ് ചെയ്യും. ആ റാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. സോ എ ന്യൂക്ലിയോസോം ഈസ് എ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ക്രൊമാറ്റിൻ ഇൻ വിച്ച് എ സെഗ്മെന്റ് ഓഫ് DNA is wrapped around the group of histone protein. അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ മോളിക്യൂൾ ഒരുമിച്ചിരിക്കുമ്പോൾ അതിനെ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. DNA ഇങ്ങനെ നമ്മളെ ചരട് പോലെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഇരിക്കുമല്ലേ, അത് എന്ത് ചെയ്യുന്നു? ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും ഓൾമോസ്റ്റ് 2 times എന്ത് ചെയ്യുന്നു? റാപ്പ് അറൌണ്ട് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോമിനെ എന്ത് ചെയ്യും? പിന്നും ചുറ്റിയാണ് ക്രോമോസോം ഉണ്ടാവുന്നത്. നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മളിപ്പോൾ ഒരു നൂലോ കയറോ മറ്റോ എടുത്തിട്ട് 2 സൈഡിൽ നിന്നും എന്ത് ചെയ്യുവാണ്? ട്വിസ്റ്റ് ചെയ്യുവാണെന്ന് വിചാരിച്ചു. ട്വിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആദ്യം നടുക്ക് അതെന്ത് ചെയ്യും? കോയിൽ ചെയ്ത് വേറൊരു കോയിലേഷൻ സ്റ്റാർട്ട് ചെയ്യും. നല്ലോണം പിന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ അത് പിന്നും കണ്ടൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. ആ ഒരു രീതിക്കാണ് നമ്മുടെ DNA ഒക്ടാമർ മോളിക്യൂളിന് ചുറ്റും, ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും എന്ത് ചെയ്തേക്കുന്നത്? റാപ്പ് അറൌണ്ട് ചെയ്ത് കണ്ടൻസ് ചെയ്ത് ഫോൾഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് വേറൊരു രീതിക്കും പറയാം. നോക്കിക്കേ, ബീഡ്സ് ഓൺ ദ സ്ട്രിങ് സ്ട്രക്ചർ എന്ന് പിന്നെ വിളിക്കാറുണ്ട്. അതായത് നമ്മുടെ ഈ DNA ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടല്ലോ, നമ്മൾ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും വരയ്ക്കുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇത് 2 പ്രാവശ്യം ഇങ്ങനെ റാപ്പ് ചെയ്ത് പിന്നെ കുറച്ച് DNA പോവും,
പിന്നെ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ വരും, പിന്നെ ആ DNA 2 പ്രാവശ്യം ഇതിൽ റാപ്പ് ചെയ്യും, പിന്നെയും DNA പോകും. ഇപ്പൊ നിങ്ങൾ കാണുവാണെങ്കിൽ ദാ ഇങ്ങനെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മാലയിലെ മുത്ത് പോലെയാണ് ഇത് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ബീഡ്സ് ഓൺ എ സ്ട്രിംഗ് സ്ട്രക്ചർ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ബീഡ്സ് ഓൺ എ സ്ട്രിംഗ് സ്ട്രക്ചർ ഇതിനെ വിളിക്കാറുണ്ട്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആഡ് ചെയ്തേ ഉള്ളൂ. DNA റാപ്പ് അറൗണ്ട് ദ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇൻ ഈച്ച് യൂണിറ്റ് ഫോംഡ് ഈസ് കോൾഡ് ന്യൂക്ലിയോസോം. അപ്പൊ ന്യൂക്ലിയോസോം എന്താണെന്ന് ചോദിക്കാം. DNA റാപ്പ് അറൗണ്ട് ദി ഹിസ്റ്റോൺ പ്രോട്ടീൻ ഈച്ച് യൂണിറ്റ് ഫോംഡ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഞാൻ പറഞ്ഞില്ലേ, ഹിസ്റ്റോൺ മോളിക്യൂൾസിന് ചുറ്റും എന്ത് DNA ഇങ്ങനെ റാപ്പ് അറൗണ്ട് ചെയ്യുന്നുണ്ട്. സോ ഓരോ യൂണിറ്റിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോസോം. ഈ ഓരോ യൂണിറ്റിനെയും വിളിക്കുന്ന പേരാണ് എന്താ? ഈ ഓരോ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂക്ലിയോസോം. ഓൾമോസ്റ്റ് 2 ടൈംസ് ആണ് റാപ്പ് ചെയ്യുന്നത് കേട്ടോ. സോ ദ ന്യൂക്ലിയോസോം ലുക്ക് ലൈക്ക് ബീഡ്സ് ഓൺ ദ DNA. ദ ന്യൂക്ലിയോസോം ലുക്ക് ലൈക്ക് ബീഡ്സ് ഓൺ ദ DNA ബിറ്റ്വീൻ ദം ലുക്ക് ലൈക്ക് എ സ്ട്രിംഗ് ആണ്. കാണുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു മാലയിലെ ന്യൂക്ലിയോസോമുകളെ മുത്തുകളായിട്ട് കാണാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ഓൾസോ കോൾഡ് ബീഡ്സ് ഓൺ ദ സ്ട്രിംഗ് സ്ട്രക്ചർ എന്ന് വിളിക്കാറുണ്ട്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഇനി എന്താണ് ക്രോമാറ്റിഡും ക്രോമസോമും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ പറഞ്ഞു ഇത്രയും കണ്ടൻസ് ചെയ്ത് ക്രോമസോം ഉണ്ടാവും എന്ന് പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സെൽ ഡിവിഷൻ സമയത്ത് നമ്മുടെ സെല്ലിനകത്തുള്ള എല്ലാ കണ്ടന്റും ഡബിൾ ആയതിനു ശേഷമാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 2 സെല്ലായിട്ട് മാറുമല്ലേ. അപ്പോൾ രണ്ടാമത്തെ സെല്ലിന് കൊടുക്കേണ്ട എല്ലാ കണ്ടന്റും എന്ത് ചെയ്യണം? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യ സമയത്ത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ തന്നെ വരയ്ക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഇനിഷ്യലി നമുക്ക് ക്രോമസോം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരച്ചാൽ മതി ക്രോമസോം. അപ്പൊ അതിന് ദാ ഇങ്ങനെ ഒരു ആം കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ആം, ദാ ഈ ഒരു ആം മാത്രം, ഒറ്റ ആമേ ഉള്ളൂ. ദാ ഈ ഒരു ആം മാത്രമേ ഉള്ളൂ, ഒറ്റ ആമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്. എന്ത് വിളിക്കും? ക്രോമാറ്റിഡ് എന്ന് വിളിക്കുവാടാ. ക്രോമാറ്റിഡ് എന്ന് വിളിക്കും. ക്രോമാറ്റിഡ്. ഓക്കെ, ഇത് കണക്ട് ചെയ്തേക്കുന്ന ഈ സെൻട്രൽ റീജിയനെ കണ്ടോ? ആ റീജിയനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. സെൻട്രോമിയർ. ഈ വരച്ച DNA ശരിയാണോ? അപ്പൊ പിന്നെ എന്താ ഈ ഒരു DNA എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. അപ്പൊ ഇത് പറയുന്നത് റെപ്ലിക്കേറ്റ് ചെയ്യാത്ത DNA ആണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക, ഒരെണ്ണം വെച്ച് വരയ്ക്കുക. റെപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല, അത് ഡിവിഷൻ സമയം റെപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല, 2 ആയിട്ടില്ല, ഇതിലൊരു കണ്ടന്റേ ഉള്ളൂ. ഇനി ഇത് ഡിവിഷൻ സമയത്ത് റെപ്ലിക്കേറ്റ് ചെയ്യും, 2 കണ്ടന്റ് ആവുമ്പോൾ നമ്മൾ എന്തായിട്ട് വരയ്ക്കുക? ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. ഇത് എന്ത് ചെയ്തു? ഇതിന് 2 ആമുണ്ട്. ഇതിൽ 2 ക്രോമാറ്റിഡ് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. 2 ക്രോമാറ്റിഡ് ഉണ്ട് ഇതിൽ. ഇതാണ് ഒന്നാമത്തെ ക്രോമാറ്റിഡ്, ഇത് രണ്ടാമത്തെ ക്രോമാറ്റിഡ് ആണ്. 2 ക്രോമാറ്റിഡ് കാണാൻ വേണ്ടി പറ്റും. നടുക്ക് എന്ത് തന്നെയാണുള്ളത്? സെൻട്രോമിയർ തന്നെയാണ്. വ്യത്യാസം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല, റെപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. വേറെ എല്ലാം സെയിം തന്നെയാണ്. നോക്കിക്കേ, ക്രോമാറ്റിഡ് ഈസ് one of the 2 identical halves of the replicated chromosome joined together at the centromere. ഞാൻ എഴുതിയിട്ടുണ്ട്, ഇത് റെപ്ലിക്കേറ്റ് ക്രോമസോം ആണ്. അതാണ് ഈ 2 ആം ഇതിൽ കാണിച്ചിരുന്നത്. റെപ്ലിക്കേറ്റ് ക്രോമസോമിന്റെ ഒരു ആമിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ക്രോമാറ്റിഡ് എന്ന് വിളിക്കാം. സോ ദേ ആർ joined together at the centromere. ഈ നടുക്ക് കാണുന്ന ഈ പാർട്ടിനെ അവരെ ജോയിൻ ചെയ്തേക്കുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. The centromere is the constricted region of a chromosome where two sister chromatids are attached. അപ്പൊ നോക്കിയേ, ഇത് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. അതായത് ഒരാളുടെ ഡ്യൂപ്ലിക്കേഷൻ തന്നെയല്ലേ, ഇതേ എക്സാക്ട് കോപ്പി തന്നെയാണ് ഇതും. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് വിളിക്കാടാ? സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഓക്കെ, ഇത് തന്നെയാണ് ഈ 2 എക്സാക്ട് കോപ്പി. ഇതിന്റെ കോപ്പി തന്നെയാണ് ഇതും. മനസ്സിലാവുന്നോ? 2 ആംസും സെയിം തന്നെയാണ്. ഇതിന്റെ കോപ്പി തന്നെയാണ് ഇതും. 2 ആമും കോപ്പി തന്നെയാണ്. മനസ്സിലാവുന്നോ? വിചാരിക്കാം, ആദ്യം ഈ ഒരു DNA കണ്ടൻസ് ചെയ്ത് DNA ന്യൂക്ലിയോസോമൊക്കെയായി ഒക്ടോമറിൽ കണ്ടൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ക്രോമസോമാണ് ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന് ഒരാമേ ഉള്ളൂ. ഈ ഒരു ആം മാത്രമേ ഉള്ളൂ. ഇതൊരു ആമാണ്, അല്ലെങ്കിൽ നമുക്ക് ക്രോമാറ്റിഡ് എന്ന് വിളിക്കാം. ക്രോമാറ്റിഡ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ക്രോമാറ്റിഡ് എന്ന് വിളിക്കാം. ക്രോമാറ്റിഡ് എന്ന് വിളിക്കാം. സോ ഈ റീജിയൻ സെൻട്രോമിയർ ആണ്. ഈ റീജിയൻ സെൻട്രോമിയർ ആണ്. ഇനി ഡിവിഷൻ സമയമായപ്പോൾ ഇത് എന്ത് ചെയ്തു? റെപ്ലിക്കേറ്റ് ചെയ്തു. ഇതിന്റെ എക്സാക്ട് കോപ്പി ഒരെണ്ണം കൂടെ ഇങ്ങനെ ഉണ്ടായതാ. ഇത് രണ്ടും എന്ത് തന്നെയാണ്? എക്സാക്ട് കോപ്പി തന്നെയാണ്. ഈ ബ്ലാക്കിന്റെ എക്സാക്ട് കോപ്പിയാണ് ഈ റെഡ്. മനസ്സിലാവുന്നു? ഇതിന് എത്ര ക്രോമാറ്റിഡ് ഉണ്ട്? 2 ക്രോമാറ്റിഡ് ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഒരു എക്സാക്ട് കോപ്പീസ് അല്ലേ. സോ നമുക്ക് ഇവർ എന്ത് വിളിക്കാം? ഈ റെഡിനെയും ബ്ലാക്കിനെ കൂടെ ചേർത്ത് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇവർ രണ്ടുപേരും എന്താണ്? സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. ഇതാണ് സിസ്റ്റർ ക്രോമാറ്റിഡ് ആണ്. കാരണം എക്സാക്ട് കോപ്പിയാണ് അവർ ചെയ്തേക്കുന്നത്. റെപ്ലിക്കേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. എക്സാക്ട് കോപ്പി. ബ്ലാക്കിൽ എന്ത് കണ്ടന്റ് ഉണ്ടോ അതിനാണ് റെഡിലും ഉള്ളത്. ഡിവിഷൻ സമയത്ത് റെപ്ലിക്കേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. സോ ദേ ആർ കോൾഡ് സിസ്റ്റർ ക്രോമാറ്റിഡ്. ക്ലിയർ ആണ്? നിങ്ങൾക്ക് മറന്നു പോകരുതേ. ഇത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. എന്താണ് 2 ആം വരയ്ക്കാത്ത, എന്താണ് 1 ആം വരച്ചത്, എന്താണ്? ചിലപ്പോഴൊക്കെ ചില എക്സാമ്പിൾ പറയുമ്പോൾ 1 ആമേ വരയ്ക്കത്തുള്ളൂ, ചിലപ്പോൾ 2 ആം വരയ്ക്കാം. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ആയിട്ട് വയ്ക്കരുത്. മനസ്സിലാക്കുക,
റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരാം വരയ്ക്കാം, റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ രണ്ടാം വരയ്ക്കാം. എക്സാക്ട് കോപ്പി ചെയ്താൽ നമുക്ക് എന്ത് വിളിക്കാം? സിസ്റ്റർ ക്രൊമാറ്റിഡ് എന്ന് വിളിക്കാം. ഒരാമ ഉള്ളെങ്കിൽ വെറും ക്രൊമാറ്റിഡ് എന്ന് വിളിക്കാം. നടുക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് സെൻട്രോമിയർ എന്ന് വിളിക്കാം. ക്ലിയർ ആണ്? When a cell is in normal resting or growing phase, DNA is not visible at distinct shape. Instead, it look like diffused thread-like network called chromatin. Growth phase ആണെങ്കിൽ ഇവരുടെ നെറ്റ്വർക്ക് പോലെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, നെറ്റ്വർക്ക് പോലെ കാണപ്പെടും. So they are known as chromatin reticulum. When the cell is ready to divide, the chromatin undergo condensation and fold tightly to thick like structure called chromosome. Division സമയമാവുന്ന സമയത്ത് ഒരു തിക്ക് ആയിട്ടുള്ള ഒരു റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ മാറുന്ന ഇറ്റ് ഈസ് കോൾഡ് ക്രോമസോം. ക്ലിയർ ആണ്? ഓക്കെ, ഈ നമ്പർ ഓഫ് ക്രോമസോം. അപ്പോൾ നമ്മൾ ക്രോമസോം പഠിച്ചു കഴിഞ്ഞു, ക്രോമസോം എങ്ങനെ ആയി എന്ന് പഠിച്ചു, DNA എങ്ങനെയാണ് ക്രോമസോം ആയെന്നുള്ള ഐഡിയ കിട്ടിയല്ലോ അല്ലെ. ഹിസ്റ്റോൺ പ്രോട്ടീൻ മറക്കരുത്, ഒക്ടാമർ എന്താണെന്ന് മറക്കരുത്, ന്യൂക്ലിയോസം എന്താണെന്ന് മനസ്സിലാക്കണം, ക്രൊമാറ്റിഡ് എന്താണെന്ന് മനസ്സിലാക്കണം, സെൻട്രോമിയർ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ക്രോമസോം ഏകദേശമായി. ഇനി ഇതിന്റെ നമ്പേഴ്സ്, എത്രത്തോളം നമ്പേഴ്സ് ആണ്, എങ്ങനെയൊക്കെ ആയിരിക്കും നമ്പേഴ്സ്? നമ്മൾ നേരത്തെ ഹ്യൂമൻ ബീങ്സിന് പറഞ്ഞത് എത്രയായിരുന്നു? അത് 46 ക്രോമസോം ആണ് ഹ്യൂമൻ ബീങ്സിനുള്ളത്. നമുക്ക് നോക്കാം. ഹ്യൂമൻ ബീങ്സിൽ 46 ആണ്. ചിമ്പാൻസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 48 ആണ്. ഡോഗ് 78 ആണ്. ക്യാറ്റ് 38 ആണ്. ചിക്കൻ 78 ആണ്. നോക്കിക്കേ, ഡോഗിനും ചിക്കനും 78 ഓഫ് ക്രോമസോംസ് ആണുള്ളത്. എലിഫന്റിന് 56 ഉണ്ട്. റൈസ് ആണെങ്കിൽ 24. അപ്പൊ എല്ലാ ഓർഗാൻസിനും ക്രോമസോം ഉണ്ട്. കാരണം അത് ജനറ്റിക് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതല്ലേ. അപ്പൊ അതിനെല്ലാവർക്കും DNA ഉണ്ടായിരിക്കും. എല്ലാ ജീവികൾക്കും ക്രോമസോം ഉണ്ടായിരിക്കും. അവിടെ നമ്പർ വേരിയിങ് ആയിട്ട് കാണാം. സിമിലർ നമ്പർ ഉണ്ടായെന്ന് പറഞ്ഞ വലിയ പ്രശ്നമൊന്നുമില്ല, അവർ രണ്ടും ഒരുപോലെ ഇരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്പർ വേരിയിങ് ആണ്. ഹ്യൂമൻ ബീങ്സിന്റെ നമ്പർ നിങ്ങൾ ഓർത്ത് വെച്ചോളാം, നമുക്ക് ആവശ്യമുണ്ട്. 46 നമ്പർ ഓഫ് ക്രോമസോം, അഥവാ നമുക്ക് ഇതിനെ ഇങ്ങനെ വിളിക്കാം, 23 pairs ഓഫ് ക്രോമസോം എന്ന് വിളിക്കാം. 23 pairs ഓഫ് ക്രോമസോം എന്ന് വിളിക്കാം. മറന്നു പോകരുതേ, ഇത് ഓർത്തോളെ. 46ഉം 23 pairs മറന്നു പോകരുതേ. നോക്കിക്കേ, ഹ്യൂമൻ ക്രോമസോം പറഞ്ഞതുപോലെ 46 ഉണ്ട്. നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് നോക്കിക്കേ? സൊമാറ്റിക് ക്രോമസോമും സെക്സ് ക്രോമസോമും. ക്ലിയർ ആണ്? സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുമ്പോൾ എന്താണ്? കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഐ കളർ, ഹെയറിന്റെ ടെക്സ്ചർ, സ്കിൻ കളർ, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സൊമാറ്റിക് ക്രോമസോം. അഥവാ വെജിറ്റേറ്റീവ് ക്രോമസോം എന്നാണ് തെറ്റില്ല, സൊമാറ്റിക് ക്രോമസോം എന്നാണ് വിളിക്കാറ്. അത് എത്ര പെയർസ് ഉണ്ട്? 22 പെയർ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മൊത്തം 46, അഥവാ അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? 23 പെയർ എന്ന് വിളിച്ചത്. അതിലെ 22 പേരും എന്ത് തന്നെയാണ്? 22 പേരും എന്ത് തന്നെയാണ്? സൊമാറ്റിക് ആണ്. 22 പേർ എന്ന് പറയുമ്പോൾ എത്ര ക്രോമസോം കാണുമടാ? 44 കേട്ടോ. ഒരു പേരിൽ 2 എണ്ണം വെച്ച് 44 എണ്ണം ക്രോമസോം ആണ് സൊമാറ്റിക് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാം. ഇനി എത്ര പേർ അഥവാ എത്ര ക്രോമസോം ബാക്കിയുണ്ട്? 22 പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പേരാണ്, അഥവാ 2 എണ്ണമാണ് അടുത്ത പേരിൽ വരുന്നത്. കോൾഡ് സെക്സ് ക്രോമസോം കേട്ടോ. സെക്സ് ക്രോമസോം നമുക്ക് വായിച്ചിട്ട് അങ്ങോട്ട് പോകാം. കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്. 22 പെയർ ഓഫ് സൊമാറ്റിക് ക്രോമസോം ഉണ്ട് നമുക്ക്. എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോം ടുഗെദർ ഫോം a homologous chromosome, one inherited from mother and other from father. നമ്മൾ പറഞ്ഞത് 23 പെയർ ഓഫ് ക്രോമസോം ഉണ്ടെന്നാണ്. 23 പെയർ ഓഫ് ക്രോമസോം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതൊരു സെല്ലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഇതൊരു സെല്ലാണ്, സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ക്രോമസോം ആയി, സെൽ ഡിവിഷൻ ആയെന്ന് വിചാരിക്കുക. ക്രോമസോം ആയിട്ട് ഇരിക്കുവാണ് നമ്മുടെ എല്ലാ DNA കൂടെ ക്രോമസോം ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ക്രോമസോം ഞാൻ വരയ്ക്കാൻ പോവാണ്. ഒന്നാമത്തെ ക്രോമസോം എന്ന് പറയുമ്പോൾ അതില് ഇത് ഒന്നാമത്തെ പെയറാണ്. ഒന്നാമത്തെ പെയർ. രണ്ടാമത്തെ ഞാൻ പെയർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. 2, 3 ഓക്കെയാണ്. 4, 5. ഇത് ക്രോമസോം ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇതില് ഒരെണ്ണം റെഡ് ആണ്, മറ്റേത് ഞാൻ ബ്ലൂ ആക്കി വരയ്ക്കുന്നു. ഓരോന്നിനെ ഞാൻ ബ്ലൂ ആക്കി വരയ്ക്കുന്നു. നമുക്കറിയാം, നമുക്കുള്ള എല്ലാ DNA അല്ലെങ്കിൽ എല്ലാ ക്രോമസോമും നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? നമ്മുടെ പാരന്റ്സിൽ നിന്നുമാണ്. ആ പാരന്റ്സിൽ നിന്ന്, അതായത് ഫാദറും മദറും കൂടെയാണ് നമുക്ക് ഈ 46 അഥവാ 23 പെയർസ് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഈ 23 പെയർ എന്ന് പറയുമ്പോൾ ഒരു പെയറിനകത്ത് 2 എണ്ണം. അതിലിപ്പോ ഈ റെഡിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഫാദറായിട്ട് എടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് ഫാദർ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്രോമസോം ആണെങ്കിൽ, ഈ ബ്ലൂ ആയിട്ടുള്ള നമുക്ക് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്? മദർ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. മനസ്സിലാവുന്ന പറയുന്നത്? അപ്പോൾ ഇത് പറയാൻ ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതായത് നമുക്കുള്ള 23 പെയർസ് ഓഫ് ക്രോമസോമിൽ ഓരോ പേരെടുത്ത് നോക്കുവാണെങ്കിലും അതിൽ
രണ്ടെണ്ണം വീതം കാണും, 2 ക്രോമസോം വീതം കാണും. അതിൽ ഒരു ക്രോമസോം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഫാദറിൽ നിന്നും മറ്റേത് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് മദറിൽ നിന്നുമാണ്. സോ നമുക്ക് ഈ 2 ക്രോമസോമുകളെ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ വിളിക്കാം, ഹോമോലോഗസ് ക്രോമസോം. എന്ത് വിളിക്കാം? ഹോമോലോഗസ് ക്രോമസോം. ഹോമോലോഗസ് ക്രോമസോം. അച്ഛന്റെയും അമ്മയുടെയും നിന്നും കിട്ടിയ ഒരേ സെയിം ക്രോമസോം അല്ലേ ഇരിക്കുന്നത്? ഹോമോ സെയിം നമ്പർ, ഒന്നാമത്തെ നമ്പറിലെ ക്രോമസോം അല്ല നമുക്ക് ഒന്നാമത്തെ പേരിലിരിക്കുന്ന, അല്ലെങ്കിൽ ഈ 4ാമത്തെ പേരിലിരിക്കുന്നവർ നമുക്ക് എന്ത് വിളിക്കാം? ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കാം. ഡൗട്ട് തെറ്റിക്കരുത്. ഇത് ഒരു ക്രോമസോം ആണ്. ഒരു ക്രോമസോമില്ല 2 ആംസിനെ വിളിക്കുന്ന പേര് സിസ്റ്റർ ക്രോമാറ്റിഡ്. സിസ്റ്റർ ക്രോമാറ്റിഡ്. മാറിപ്പോവരുത് കേട്ടോ. ഇത് ഒരു ക്രോമസോമിനകത്തുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇവിടെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള ഒരു പെയർ ഓഫ് ക്രോമസോം എടുക്കുവാണെങ്കിൽ അതിൽ ഒരെണ്ണം അച്ഛനിൽ നിന്നും ഒരെണ്ണം അമ്മയിൽ നിന്നും വന്നതായിരിക്കും. സോ ഒന്നാമത്തെ പേരിൽ ആ 2 ക്രോമസോമിനെ കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോം. ക്ലിയർ ആണോ പറയുന്നത്? ഡൗട്ട് വരരുതേ. ക്ലിയർ ആണ്? അടുത്ത് നോക്കിയേ. അപ്പോ 6 ക്രോമസോമിനോട് പോവാണ്. അപ്പൊ 22 പേര് ഇവിടെ പോയിന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ഒരു പെയർ ആയിരിക്കും നമുക്ക് എവിടെ വരിക? സെക്സ് ക്രോമസോമിൽ വരിക. ഇൻവോൾവ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. ആൺ പെൺ വ്യത്യാസം, അതായത് സെക്സ് ഡിറ്റർമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ക്രോമസോം ആണ് എന്ത് വിളിക്കുക? സെക്സ് ക്രോമസോം എന്ന് വിളിക്കുക. ഒരു പേരേ ഉള്ളൂ, അതായത് 2 എണ്ണം കാണും. ആ 2 എണ്ണം ഏതൊക്കെയാണ്? എക്സ് ക്രോമസോമും വൈ ക്രോമസോമുമാണ്. എക്സ് ക്രോമസോമും വൈ ക്രോമസോമുമാണ് 2 ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന 2 സെക്സ് ക്രോമസോം എന്ന് വിളിക്കാം. സോ നോക്കിക്കേ, കമ്പാരിറ്റീവ്ലി സ്മോളർ ആരാണ്? വൈ ക്രോമസോം ആണ്. പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം SRY ജീൻ ഉണ്ട്. സെക്സ് ഡിറ്റർമിനിങ് റീജിയൻ ഓഫ് വൈ ക്രോമസോം എന്ന് പറയും. സെക്സ് ഡിറ്റർമിനിങ് റീജിയൻ ഓഫ് വൈ ക്രോമസോം. ഈ SRY ജീൻ എവിടെയാണ് കാണുന്നത്? വൈ ക്രോമസോമിലാണ് കാണുന്നത് കേട്ടോ. ഈ വൈ ക്രോമസോമിലെ ഈ SRY ജീൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഇനിഷ്യേറ്റിംഗ് മെയിൽ സെക്സ് ഡിറ്റർമിനേഷൻ. അതായത് വൈ ക്രോമസോമിനകത്ത് SRY ജീനാണ് മെയിലിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. മെയിൽ ഹോർമോൺസ്, മെയിൽ ഫിസിക്കൽ ക്യാരക്ടർ ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന, എംബ്രോയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് ആര്? ഈ ഒരു ജീൻ എന്ന് വിളിക്കുന്നത്. SRY ജീൻ ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് SRY ജീൻ. എവിടെ കാണും SRY ജീൻ? വൈ ക്രോമസോമിലാണ് കാണുന്നത്. ഇറ്റ് ഈസ് എ മെയിൽ ഡിറ്റർമിനിങ് ജീൻ ആണ്. മെയിൽ, അതായത് ക്രോമസോം റെസ്പോൺസിബിൾ ഇനിഷ്യലി മെയിൽ സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. മെയിൽ ഹോർമോൺസും അല്ലെങ്കിൽ മെയിൽ ഫിസിക്കൽ ക്യാരക്ടർ ഒക്കെ കൺട്രോൾ എംബ്രോയിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കുന്നു? SRY ജീൻസിന് സാധിക്കുന്നു. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഹ്യൂമൻ കാരോടൊപ്പം എടുക്കുവാണെങ്കിൽ മെയിലും ഫീമെയിലും വേറെ വേറെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തെ പെയറാണ് ഈ കൊടുത്തേക്കുന്നത്. അതിൽ 2 ക്രോമസോം കാണാൻ പറ്റും. ദേ ആർ കോൾഡ് ഹോമോലോഗസ് ക്രോമസോം. ഒരെണ്ണം നമുക്ക് അച്ഛനിൽ നിന്നും കിട്ടിയതാണ്, ഒരെണ്ണം നമുക്ക് അമ്മ. ഇത് 2 പേരെയാണ്. ഒരു മെയിലിന്റെ ആണ് കൊടുത്തേക്കുന്നത്. ഒരു മെയിൽ ഇൻഡിവിജ്വലിന്റെ ക്രോമസോം നേച്ചർ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇതൊരു ഫീമെയിലിന്റെ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഫീമെയിലിന് എങ്ങനെയായിരിക്കും അവരുടെ ജീൻസ് ക്രോമസോംസ് അറേഞ്ച്മെന്റ് എന്നാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. സോ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒന്നാമത്തേത്, രണ്ടാമത്തേക്ക് ഇവിടെയൊക്കെ സെയിം തന്നെയാണ്. മൂന്നാമത്തേക്ക് സെയിം ആണ്. അതിൽ 2 ക്രോമസോം വീതം ഉണ്ട്. അത് ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കും. ഒരെണ്ണം അച്ഛനിൽ നിന്നും ഒരെണ്ണം അമ്മയിൽ നിന്നും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയതാണെന്ന് മനസ്സിലായി. ഇനി വ്യത്യാസം വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, ഒരു പെയർ ഓഫ് ഏതായിരിക്കും? ഒരു പെയറുള്ളത് ഏതാണ്? ക്രോമസോമിൽ ഒരു പെയറുള്ളത് ഏതാണ്? സെക്സ് ക്രോമസോം ആണ് കേട്ടോ. ഒരു പെയറുള്ളത് ഏതാണ്? സെക്സ് ക്രോമസോം ആണ്. അതിലാണ് വ്യത്യാസം വരിക. സെക്സ് ക്രോമസോമിലാണ് എന്ത് വരിക? സെക്സ് ക്രോമസോമിലാണ് നമുക്ക് വ്യത്യാസം വരിക. സെക്സ് ക്രോമസോമിലാണ് നമുക്ക് വ്യത്യാസം വരിക. മനസ്സിലാവുന്നു? അത് മെയിലാണെങ്കിൽ അത് എന്തായിരിക്കും? എക്സും വൈയും ആയിരിക്കും. 2ഉം പ്രസന്റ് ആണ്. എന്നാൽ അതൊരു ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ അതെന്തായിരിക്കും? എക്സും എക്സും ആയിരിക്കും. ഇതാണ് വ്യത്യാസം കേട്ടോ. എക്സും ആണ് ഫീമെയിൽ വരിക. മെയിൽ ആണെങ്കിൽ എന്തായിരിക്കും? എക്സും വൈയും ആണ്. ഇമ്പോർട്ടന്റ് ആണ്. സെക്സ് ക്രോമസോമിൽ മാത്രമാണ് ഈ വേരിയേഷൻ കാണുക. ബാക്കിയെല്ലാം വേരിയേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് ഇന്റേണലി ആണ്. പക്ഷെ ഈ ക്രോമസോമിലെ വ്യത്യാസം കാണിക്കുന്നത് ഇത് 2ആണ്. എക്സും വൈയും വന്നാൽ അത് ആരായിരിക്കും? മെയിൽ ആയിരിക്കും. എക്സും വന്നാൽ അത് എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. ക്ലിയർ ആണ്? നോക്കിക്കേ, വൈ ആർ ക്രോമസോം സീൻ ഇൻ പെയേഴ്സ്? എന്തുകൊണ്ടാണ് ക്രോമസോം പെയേഴ്സ് ആയിട്ട് കാണപ്പെടുന്നത്? Because organism receive one set of chromosome from the mother and one set from father during fertilization. അതായത് എംബ്രിയോ ഉണ്ടാകുന്ന സമയത്ത് അമ്മയുടെയും അച്ഛൻ്റെയും എന്തുണ്ട്? അവരുടെ ക്രോമസോം സെറ്റ് റിസീവ് ചെയ്തിട്ടാണ് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുക. സോ അതുകൊണ്ടാണ് ഈ ഒന്നാമത്തെ ക്രോമസോമിൽ 2 പെയർ ആയിട്ട് കാണുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ നമ്മൾ ഗമേറ്റ് ഫോർമേഷൻ സമയത്ത് പഠിക്കും കേട്ടോ. ഒന്നുകൂടെ ക്ലിയർ ആവും. കുറച്ചുകൂടെ പോകുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇത് മനസ്സിലാക്കുക. ഓർഗാനിസം റിസീവ് one set of chromosome from the mother and one set from father during fertilization. ഫെർട്ടിലൈസേഷൻ സമയത്ത് ഒരു സെറ്റ് നമുക്ക് അമ്മയുടെ നിന്നും ഒരു സെറ്റ് നമുക്ക് അച്ഛൻ്റെ നിന്നുമാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക? ഇതൊരു പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക.
So each parent contribute one chromosome of each type through the gamete അല്ലെങ്കിൽ spermum egg. ഇനി എന്താണ് homologous chromosome? These are a pair of chromosomes that are similar in size, shape, gene position. Homologous chromosome ഒന്നാമത്തെ പേര് homologous chromosome ആയിരിക്കും ബിക്കോസ് അവരുടെ സൈസ്, ഷേപ്പ്, അവരുടെ ജീനുകളുടെ പൊസിഷൻ ഇതെല്ലാം എന്തായിരിക്കും ഒരുപോലെ ആയിരിക്കും. സോ ദേ ആർ കോൾഡ് homologous. Functions of sex chromosome. എന്താണ് സെക്സ് ക്രോമസോമിന്റെ ഫംഗ്ഷൻ? Determine the sex of an individual and carries gene related to sexual development. Sexual development ആയിട്ടുള്ള characters control ചെയ്യുന്നതാണ് sex chromosome function. So some genes on X chromosome control traits such as color blindness and hemophilia. Clear ആണ് നിങ്ങൾക്ക്? ഇനി ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 1.1 കൊടുത്തേക്ക് നമുക്കൊന്ന് എഴുതി നോക്കാം. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിലിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇങ്ങനെ എഴുതാം 44 പ്ലസ് എക്സ് എക്സ് എന്ന് എഴുതാം അല്ലെ, 44 പ്ലസ് എക്സ് എക്സ് എന്ന് എഴുതാം. അങ്ങനെ മെയിൽ ആണെങ്കിലോ 44 പ്ലസ് എക്സ് വൈ മൊത്തം 46 ആയില്ലേ, ഇങ്ങനെ എഴുതാം. ടോട്ടൽ എത്ര ക്രോമസോം ഉണ്ട്? 46. ഇവിടെ അവർക്ക് എത്ര തന്നെയായിരിക്കും? 46 തന്നെയായിരിക്കും. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം എത്രയാണ്? സൊമാറ്റിക് ക്രോമസോമിന് വ്യത്യാസം ഉണ്ടോ? സൊമാറ്റിക് ക്രോമസോമിന് വ്യത്യാസം ഇല്ല. മെയിലിനും ഫീമെയിലിനും സൊമാറ്റിക് ക്രോമസോമിന് വ്യത്യാസം ഇല്ല. അത് നമുക്ക് 44 എന്ന് എഴുതാം, അല്ലെങ്കിൽ 22 പെയർസ് എന്ന് എഴുതാം. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം. ഒരു പെയർ ആണ് നമുക്ക് സെക്സ് ക്രോമസോം ഉള്ളത്. ഫീമെയിൽ ആണെങ്കിൽ അത് എക്സ് ആയിരിക്കും. ഒരു പെയർ തന്നെയാണ് മെയിലിനും സെക്സ് ക്രോമസോം കാണുന്നത്, അത് പക്ഷേ എക്സും വൈയും ആയിരിക്കും. ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്ത് നോക്കാം. ഡിഫറെന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു നോർമൽ ഒരു ഫീമെയിൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ഫീമെയിൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാലോ 44 പ്ലസ് എക്സ് ആണ് അവരുടെ നോർമൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അതൊരു മെയിൽ ആണെങ്കിലോ നമുക്ക് ഇങ്ങനെ പറയാം 44 പ്ലസ് എക്സ് വൈ ആണ് അവരുടെ നോർമൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. ഇതൊക്കെ ഇതല്ലാതെ കുറച്ച് പേർക്ക് വ്യത്യസ്തമായിട്ട് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാം. അത് ചില ഡിസീസിലേക്ക് നയിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ജസ്റ്റ് എക്സ്റ്റേണൽ റീഡിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആ പേരൊന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെക്കാം കേട്ടോ. നോക്കിക്കേ, 44 പ്ലസ് എക്സ് എക്സ് ആണ് നമ്മൾ പഠിച്ചതാണ്, നോർമൽ ഫീമെയിൽ ആണ് അവര്. 44 പ്ലസ് എക്സ് ഫൈവ് ആണെങ്കിൽ ആരാണ് അവര്? നോർമൽ മെയിൽ ആണ്. എന്നാ നോക്കിക്കേ, 44 പ്ലസ് എക്സ് 0, എക്സ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ സെക്സ് ക്രോമസോം ഇല്ല, ആബ്സെന്റ് ആണ്, 0 ആണ്. സോ ഇറ്റ് ഇസ് എ കണ്ടീഷൻ കോൾഡ് ഫീമെയിൽ വിത്ത് ടേർണർ സിൻഡ്രോം. അതൊരു ഫീമെയിൽ ആയിട്ടായിരിക്കും ജനം, കാരണം വൈ ഇല്ലല്ലോ. വൈ ഉണ്ടെങ്കിൽ മാത്രമേ അത് മെയിൽ ആവത്തുള്ളൂ. സോ വൈ ഇല്ലാത്ത പക്ഷം അതൊരു ഫീമെയിൽ ആയിരിക്കും, പക്ഷെ ഒരു എക്സ് കുറവായതുകൊണ്ട് ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് ടേർണർ സിൻഡ്രോം എന്ന് വിളിക്കാം. അടുത്തത് 44 പ്ലസ് ട്രിപ്പിൾ എക്സ്. ഓൾറെഡി 2 എക്സ് മതി നോർമൽ. ഇതിപ്പോ എത്രയായി പോയി? 44 എക്സ് 47 ക്രോമസോം ആയി. മനസ്സിലാവുന്നു? സോ ഇറ്റ് ഈസ് എ കണ്ടീഷൻ കോൾഡ് ഫീമെയിൽ വിത്ത് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന് വിളിക്കാം. അടുത്ത നോക്കിക്കേ, 44 പ്ലസ് എക്സ് വൈ. അവിടെ 47 ക്രോമസോം ആണ്, പക്ഷേ വൈയും കൂടെ ഉള്ളതുകൊണ്ട് അത് ഉറപ്പായിട്ട് ആരായിരിക്കും? മെയിൽ ആയിരിക്കും. മെയിൽ വിത്ത് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ക്ലിയർ ആണ്? അത് നോക്കിക്കേ, 44 പ്ലസ് എക്സ് വൈ അവിടെ 47 ക്രോമസോം ഉണ്ട്, 2 വൈ ക്രോമസോം ഉണ്ട്. സോ മെയിൽ വിത്ത് XYY സിൻഡ്രോം. ഇത് നോർമൽ അല്ലാത്ത കണ്ടീഷനാണ് കാണിച്ചേക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, എക്സ്റ്റൻഡ് റീഡിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണ്? ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ വൈ ക്രോമസോം ഓഫ് ദ ഫാദർ ഈസ് ഇമ്പോർട്ടൻറ്റ് സെക്സ് ഡിറ്റർമിനേഷൻ വൈ. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികളുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് അച്ഛന് ഇത്ര ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് ചോദ്യം കേട്ടോ. ദ ഫാദർ ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ് ബിക്കോസ് ഹിസ് സ്പേം ക്യാൻ ക്യാരി എയ്തർ എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോം. മനസ്സിലാവുന്നു? അതായത് നമ്മൾ ഫാദർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാദറിന് 44 പ്ലസ് എക്സ് വൈ ആണ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതേ മറിച്ച് മദർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 44 പ്ലസ് എക്സ് ആണ്. ക്ലിയർ ആണ്? അപ്പോ എക്സും വൈയും ഉള്ളത് ഫാദറിനാണ്, എക്സും മദറിനാണ് ഉള്ളത്. ജീൻ ഫോർമേഷൻ സമയത്ത് ഇവിടെ ഫാദറിൽ നിന്നും എക്സ് ഗമീറ്റും ഉണ്ടാവാറുണ്ട്, വൈ ഗമീറ്റും ഉണ്ടാവും. ഓക്കെ, പക്ഷെ മദറിൽ നിന്നാണെങ്കിൽ എന്ത് മാത്രമേ വരുള്ളൂ? എക്സ് ഗമീറ്റ് മാത്രമേ ഉണ്ടാവൂ. മനസ്സിലാവുന്നു? അപ്പോ ഈ മദറിന്റെ എക്സും ഇവിടുത്തെ എക്സും കൂടെ ചേരുവാണെങ്കിൽ അതൊരു ഗേൾ ആവുകയും മദറിന്റെ എക്സും ഫാദറിന്റെ വൈ കൊണ്ട് ചേരുമ്പോൾ അതൊരു എക്സ് വൈ ബോയ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഫാദർ ആണ്. ഫാദറിന്റെ എക്സ് ക്രോമസോം ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതെങ്കിൽ ഫാദറിന്റെ എക്സ് ക്രോമസോം ആണ് കമ്പൈൻ ചെയ്യുന്നെങ്കിൽ അതൊരു ഫീമെയിൽ ഗേൾ ആയിട്ടും ഫാദറിന്റെ വൈ ക്രോമസോം ആണ് വരുന്നതെങ്കിൽ അതൊരു ബോയ് ആയിട്ടും മാറും. അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടൻസ് ആർക്ക് തന്നെയാണ്? ഫാദറിനാണെന്നുള്ള ക്വസ്റ്റ്യൻ വരാൻ കേട്ടോ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. സോ ഇത്രയാകുമ്പോൾ നമ്മുടെ ഇനിഷ്യൽ പോർഷൻ കഴിയുവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. താങ്ക് യു.